ബംഗളൂരുവിൽ മതിലിടിഞ്ഞു വീണ മലയാളികളായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. എറണാകുളത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കുടുംബശ്രീ പ്രവർത്തകരാണ് അപകടത്തിൽപ്പെട്ടത്. രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. കനത്ത മഴയ്ക്കിടെ മതിലിനോട് ചേർന്നുള്ള ടാർപോളിൻ ഷീറ്റിന് കീഴിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടം. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7 പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മരിച്ചവരുടെ കുടുംബത്തിന് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എത്ര വലിയൊരു അപകടമാണ് നടന്നതെന്ന്. ഇവിടെ മഴവെള്ളത്തിൻ്റെ കുതിച്ചൊഴുക്ക് നമുക്ക് കാണാം. ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നതായി കാണാം. അത് അല്പസമയം മുമ്പുള്ള ദൃശ്യമാണെന്ന് തോന്നുന്നു. ഇതിനെപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതോടൊപ്പം ഈ പരിക്ക് പറ്റിയ ആളുകളുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും ഷിഹാസ്, വളരെ ദുഃഖകരമായ വാർത്തയാണ്. വിനോദയാത്രയ്ക്കായി വളരെ സന്തോഷത്തോടെ ബംഗളൂരുവിലേക്ക് പോയ കുടുംബശ്രീ അംഗങ്ങളാണ്. പക്ഷേ അവർ തിരികെ വരുന്നത് അതിയായ സങ്കടത്തിലായിരിക്കും. കാരണം അവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ തിരികെ വരുമ്പോൾ അവരുടെ കൂടെ ആ വാഹനത്തിൽ ഉണ്ടാവില്ല. കാരണം ഈ മൂവാറ്റുപുഴയിലെ അമൃതം പൊടി നിർമ്മിക്കുന്ന യൂണിറ്റിലെ 56 പേരാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്കായി പോകുന്നത്. അവരിന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇങ്ങനെ ഷോപ്പിങ്ങിനും മറ്റുമായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്താണ് ബംഗളൂരുവിൽ കനത്ത മഴ പെയ്യുന്നത്. ആ മഴയ്ക്കിടയിലാണ് ഈ ബൗറിംഗ് ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് അവിടെ ഈ വഴിക്കച്ചവടക്കാർ കെട്ടിയിരുന്ന ടാർപോളിൻ ഷീറ്റിനടിയിലേക്ക് ഇവർ മഴ കൊള്ളാതിരിക്കാനായി മാറി നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ കനത്ത മഴയിൽ മതിൽ തകർന്നു വീഴുകയായിരുന്നു. ഈ മതിലിന് കീഴിൽ നിന്നിരുന്ന, മതിലിനടിയിൽ നിന്നിരുന്ന മുഴുവൻ ആളുകളും ഈ അപകടത്തിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ഥലവാസികളും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഈ എർത്ത് ബൂമർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ അവശിഷ്ടങ്ങൾ, ഈ മതിലിന്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അതിൽ 2 പേർ മലയാളികളാണ്. ഈ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളാണ്. ഈ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നീ 2 പേരാണ് മരിച്ചത്. ഒപ്പം തന്നെ ഇവർക്കൊപ്പമുണ്ടായിരുന്ന 3 പേർ, സിജി, മായ, പ്രീതി, അങ്ങനെ 3 പേർ ഈ യൂണിറ്റിലുണ്ടായിരുന്നു. ഈ വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന 3 പേർ, പ്രീതി, സിജി, മായ എന്നീ 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ആ മതിലിനടിയിൽ നിന്ന് മറ്റ് 4 പേർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. മൊത്തം ഈ അപകടത്തിൽ 7 പേരാണ് മരിക്കുന്നത്. അതിൽ 3 പേർ കുട്ടികളാണ്. ബംഗളൂരു സ്വദേശികൾ തന്നെയായ കുട്ടികളാണ് 3 പേരെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അപകടമുണ്ടായ ഉടൻ തന്നെ സിദ്ധരാമയ്യ, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ളവരൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മരിച്ചവർക്ക് 5 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നിലവിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നിലവിൽ ബൗറിംഗ് ആശുപത്രി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട ഈ പരിക്കേറ്റവരുടെയും നിലവിൽ സ്ഥിതി ഗുരുതരമാണ്. 3 പേരുടെയും സ്ഥിതി ഗുരുതരമാണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരും ബൗറിംഗ് ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്നും കൂടുതൽ അപ്ഡേഷൻ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അറിയേണ്ടത് ഈ പരിക്കേറ്റവരുടെ ചികിത്സയുടെ കാര്യങ്ങളാണ്. അവരുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണ്, ചികിത്സ കൃത്യമായിട്ട് അവർക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ, ആശുപത്രിയിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യമുണ്ടോ, അതോടൊപ്പം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അറിയുന്നത് അപകടത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും നിലവിൽ ഈ 3 പേരുടെയും ചികിത്സ ബൗറിംഗ് ആശുപത്രിയിൽ തന്നെയാണ് നടക്കുന്നത്. 3 പേരുടെയും ഇപ്പോൾ അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ നിരീക്ഷണത്തിലാണ് അവരുടെ ചികിത്സ നടക്കുന്നത്. ഈ 3 പേർക്കൊപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സ അതേ ആശുപത്രിയിൽ തന്നെയാണ് നടക്കുന്നത്. നിലവിൽ KC വേണുഗോപാൽ സിദ്ധരാമയ്യയുമായി സംസാരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അത് അടിയന്തരമായി ചെയ്തു നൽകണം. ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ ചികിത്സയുടെ എല്ലാ സഹായങ്ങളും പൂർണ്ണമായി ഏറ്റെടുക്കണമെന്നും KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവരുടെ മൃതദേഹങ്ങൾ നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ്, ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ബംഗളൂരുവിലാണ് മതിലിടിഞ്ഞു വീണ് മലയാളികളായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. എറണാകുളത്ത് നിന്ന് അവർ വിനോദയാത്രയ്ക്ക് അവിടേക്ക് പോയതാണ്. കുടുംബശ്രീ പ്രവർത്തകരാണിവർ. രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. അതോടൊപ്പം 3 കുഞ്ഞുങ്ങൾ, ബംഗളൂരു സ്വദേശികളായ 3 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്കിടെ അവർ മതിലിനോട് ചേർന്നുള്ള ഒരു ടാർപോളിൻ ഷീറ്റിന് കീഴിൽ മഴ നനയാതെ സുരക്ഷിതമായി നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടായത്.